ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പുതുയുഗ യാത്ര സമാപിച്ചത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര മുതൽ യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ വരെയുള്ള 5 ഗ്യാരണ്ടികൾ വോട്ടർമാരെ ആകർഷിക്കുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. കനഗോലുവിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പുതുയുഗ യാത്രക്കിടയിൽ ഉയർന്നു വന്ന ആശയങ്ങളും കോർത്തിണക്കി സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഇനിയും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് നൽകുന്ന സൂചന. യഥാർത്ഥത്തിൽ തെലങ്കാന, കർണാടക തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനോടകം നടപ്പിലാക്കാൻ കഴിയുകയും പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ജനകീയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ, അതായത് പ്രകടന പത്രികയിലെ ഏറ്റവും ഊന്നൽ നൽകുന്ന 5 വമ്പൻ പ്രഖ്യാപനങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ ഈ യുവാക്കളെയും സ്ത്രീകളെയും കൃത്യമായി തന്നെ, അതായത് അവർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന അല്ലെങ്കിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായി കരുതുന്നത് ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുക എന്നതിനൊപ്പം ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പ 5 ലക്ഷം രൂപയായി യുവ സംരംഭകർക്ക് നൽകാനുള്ള പദ്ധതിയുമൊക്കെ വലിയ തരത്തിൽ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കും. അത് വലിയ ചർച്ചയായി മാറുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതായത് തെലങ്കാനയിലും അതോടൊപ്പം കർണാടകയിലും ഏത് തരത്തിലാണോ ഈ സമാനമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയത് അതിന്റെ ഒരു തുടർച്ച അതേ ശൈലിയിൽ തന്നെ കേരളത്തിലും നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വിസ്മയമുളവാക്കുന്ന മറ്റ് ചില പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.